ഇങ്ങനെ കടുക്കുകയാണ് കോൺഗ്രസിനുള്ളിൽ കെ എസ് യുവും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര്. മുഖ്യമന്ത്രിയും കെ എസ് യു അധ്യക്ഷനും തമ്മിലുള്ള പോര് രൂക്ഷമാകുമ്പോൾ അനുനയ നീക്കങ്ങൾ പാളുകയാണ്. കെ എസ് യുവിനോടുള്ള മുഖ്യമന്ത്രിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് കോൺഗ്രസിനെ വലയ്ക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ നിലപാട് സർക്കാരിനെയും ദോഷകരമായി ബാധിക്കുന്നുവെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആക്ഷേപം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ പോരിങ്ങനെ മുറുകുകയാണ്. കണ്ടിട്ടും കാണാത്ത ഭാവം, അവഗണന. പക്ഷെ അതിന് ചില വിശദീകരണങ്ങളും ന്യായീകരണങ്ങളും സതീശൻ നൽകുന്നു, അലോഷ്യസ് നൽകുന്നു. പക്ഷേ ഇനി അനുനയ നീക്കങ്ങൾ എങ്ങും എത്താതെ ഇങ്ങനെ നീളുകയുമാണല്ലേ? ഗുഡ് മോർണിംഗ് കെ പി ആര്യശ്രീ. കെ എസ് യുവും വി ഡി സതീശനും തമ്മിലുള്ള തർക്കം അത് രൂക്ഷമാകുന്ന നിലയിലേക്കാണ് നിലവിലെത്തിയിരിക്കുന്നത്. ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളാണ് അത് ഈ രീതിയിലേക്ക് പോകുന്നത്. അത് ഈ വൈരാഗ്യം എന്ന നിലയിലേക്കൊക്കെ പോകുന്നത്, പരസ്പര പോരടിക്കുന്ന നിലയിലേക്കൊക്കെ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദിയിൽ വെച്ച് ഇരുവരും കണ്ടുമുട്ടിയെങ്കിൽ പോലും മുഖ്യമന്ത്രി മുഖം കൊടുക്കാതെ കടന്നു പോകുന്നതെല്ലാം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തതാണ്. തുടർന്ന് കഴിഞ്ഞ ദിവസം കെ പി സി സിയിൽ നടന്ന ഒരു യോഗത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കെ പി സി സി അധ്യക്ഷനുമായ വി എം സുധീരൻ അലോഷ്യസ് സേവ്യറിൻ്റെ പേരെടുത്ത് പറയും, അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴും ഇതിൽ അനുനയ നീക്കങ്ങൾ എങ്ങും എത്തുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. നിലവിൽ ഇപ്പോഴും ഈ മുഖ്യമന്ത്രിയും, അതായത് മുഖ്യമന്ത്രി വി ഡി സതീശനും കെ എസ് യുവും തമ്മിലുള്ള തർക്കം അതിങ്ങനെ തുടർന്നു പോകുന്നൊരു സാഹചര്യമാണ്. ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇത് തുടക്കം ഉണ്ടാകുന്നത്. പക്ഷേ അത് മറ്റൊരു തലത്തിലേക്ക് മാറിപ്പോകുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. അനുനയിപ്പിക്കാൻ പല ഭാഗങ്ങളും നീക്കം നടക്കുന്നുണ്ട്. അപ്പോഴും മുതിർന്ന നേതാക്കളുടെ ഒരു വിഭാഗം തന്നെ ഈ അലോഷ്യസ് സേവ്യറിനൊപ്പം അണിനിരക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, ഈ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പല തീരുമാനങ്ങളും പല നടപടികളും എല്ലാം ഏകപക്ഷീയമായിട്ടാണ് മുഖ്യമന്ത്രി കൈക്കൊള്ളുന്നത്. അതിൽ പാർട്ടിയുമായോ മുതിർന്ന നേതാക്കളുമായോ എന്തിന് കെ പി സി സി അധ്യക്ഷനെ പോലും ഉൾപ്പെടുത്താതെ ഉള്ള നീക്കങ്ങളാണ് ഇത്തരത്തിൽ വി ഡി സതീശൻ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, അത് ഏത് വിഷയങ്ങളായാൽ പോലും, അതായത് ഏറ്റവും അതിൽ വിമർശനം നേരിട്ട വിഷയമെന്ന് പറയുന്നത് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഇതായിരുന്നു. അതിനുശേഷം തുടർന്ന് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയം, PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയം, ഇതിലെല്ലാം വലിയ രീതിയിൽ വി ഡി സതീശൻ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. കാരണം ഇത് ഏകപക്ഷീയമായിട്ടാണ്, പാർട്ടിയിൽ ചർച്ച ചെയ്തില്ല, പാർട്ടിക്ക് പോലും അതീതനായിട്ട് വി ഡി സതീശൻ പോകുന്നു എന്നതാണ് വിമർശനമായിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും അവസാനത്തേക്കാണ് ഈ പ്ലീഡർ നിയമനം വരുന്നത്. ആ പ്ലീഡർ നിയമനം വന്നപ്പോഴും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് തീരുമാനിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വിമർശനമായിട്ട് ഒരു പക്ഷം ഉന്നയിക്കുന്നത്. ആ വിഷയത്തിലാണ് മുഖ്യമന്ത്രിയെ തിരുത്തിക്കൊണ്ട് കെ എസ് യു രംഗത്ത് വരുന്നത്. രൂക്ഷമായ ഭാഷയിൽ കെ എസ് യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ തന്നെയാണ് കെ എസ് യു തയ്യാറെടുക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു വിമർശനമുണ്ടായിരുന്നത്. ഇതിലാണ് ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രി പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഒരു ഭാഗത്ത് മുതിർന്ന നേതാക്കൾ അലോഷ്യസ് സേവ്യറിനൊപ്പം നിൽക്കുന്നു, അതോടൊപ്പം തന്നെ മറുഭാഗത്ത് വി ഡി സതീശനും നിൽക്കുന്നു. അനുനയത്തിൻ്റെ യാതൊരു സാധ്യതകളും ഇവിടെ കാണുന്നുമില്ല. പാർട്ടി തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമൊക്കെയാണ് നിലനിൽക്കുന്നത്. ഈ അലോഷ്യസ് സേവ്യർ അടക്കമുള്ള ഒരു വലിയ വിഭാഗം ഈ കെ സി പക്ഷമുണ്ട്. നേരത്തെ കെ സി വേണുഗോപാലും അലോഷ്യസ് സേവ്യറിനെ അനുകൂലിച്ച് വന്നിരുന്നു. കെ എസ് യു തിരുത്തൽ ശക്തിയാണ് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അങ്ങനെ ഒരു പോര് ഇവിടെ നിലനിൽക്കുകയും ചെയ്തു. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു ഭാഗം കെ സിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു, കെ സി മുഖ്യമന്ത്രിയാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ നിൽക്കുന്നു. അവിടെ എല്ലാം വെട്ടിക്കൊണ്ടാണ്, കെ സിയെയും ആർ സിയെയും എല്ലാം വെട്ടിക്കൊണ്ടാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത്. എന്നാൽ പാർട്ടിയിലായാലും ശരി, മന്ത്രിസഭയിലായാലും ശരി, മെജോറിറ്റി എന്ന് പറയുന്നത് കെ സി പക്ഷം തന്നെയാണ്. ആ കെ സി പക്ഷത്തിൻ്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഈ പ്ലീഡർ നിയമനത്തിലുമുണ്ട്. അതാണ് അലോഷ്യസ് സേവ്യറിലൂടെ വന്നതെന്നാണ് ഒരു വി ഡി സതീശനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. എന്തായാലും ഈ തർക്കം ഇങ്ങനെ രൂക്ഷമാകുന്നതോട് തന്നെ പാർട്ടി സംവിധാനങ്ങളെ ഒന്നാകെ നശിപ്പിക്കുന്നതാണ് ഈ വിമർശനമായിട്ട് മറുപക്ഷം ഉന്നയിക്കുന്നത്.
മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാർട്ടിക്ക് വിധേയനായിട്ടല്ല വി ഡി സതീശൻ നിൽക്കുന്നത്, പാർട്ടിക്ക് അതീതനായിട്ട് നിന്നുകൊണ്ട് താൻ ഒരു ഏകപക്ഷീയ നിലപാടുകളാണ് എല്ലാ കാര്യങ്ങളിലും സ്വീകരിക്കുന്നത് എന്ന വിമർശനവും ശക്തമാണ്. എന്തായാലും പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾ ഉടലെടുക്കുകയാണ്. KSUവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള തർക്കം അത് അനന്തമായിട്ട് നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അനുനയ നീക്കങ്ങൾ നടത്തുമ്പോഴും ഈ അനുനയിക്കാൻ നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും അതിനെല്ലാം തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രിയും ഏകപക്ഷീയ നിലപാട് സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ കോൺഗ്രസിനെ തന്നെ വെട്ടിലാക്കുന്നത്. സർദിനിയാണ് ഈ തർക്കം തുടരുകയാണ്, പോരിങ്ങനെ മുറുകുകയാണ്, അനുനയ നീക്കങ്ങൾ എങ്ങും എത്തുന്നുമില്ല. അത് പാർട്ടിയെ ബാധിക്കുമ്പോൾ സ്വാഭാവികമായും UDF ഭരിക്കുമ്പോൾ സർക്കാരിനെ ബാധിക്കും, ജനങ്ങളെ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമല്ലേ? എത്താതിരിക്കട്ടെ അല്ലേ?